ഗുഡ് മോർണിംഗ്, ഇറ്റ്സ് നാൻസ് ആൻഡ് വെൽക്കം ബാക്ക്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ റെക്കോർഡ് ചെയ്യാൻ തീരുമാനിച്ചു, വ്ലോഗ് എടുക്കാൻ തീരുമാനിച്ചു. യെസ്, ഐ എം ഡൂയിങ് എ ഡേ ഇൻ മൈ ലൈഫ്. ബട്ട് ദ ടൈം ഇസ് 11:15 AM. ഇപ്പോഴാണ് എണീക്കുന്നത്. പല്ല് തേക്കുക, മുഖം കഴുകുക ആൻഡ് ഓൾ ദ നിത്യകർമ്മങ്ങൾ ഒക്കെ കഴിഞ്ഞിട്ട് അൽസിയെ ഇന്ന് കുറച്ചൊരു ഗ്ലൂമി ഡേ ആണ്. ഗ്ലൂമി ഡേ എന്ന് പറഞ്ഞപ്പോൾ വെയിൽ വന്നു, അത് കൊള്ളാം. ടുമോറോ ഐ ആം ഗോയിങ് ബാക്ക് ടു ബാംഗ്ലൂർ. നാളെ രാത്രി വന്നിട്ട് ഇപ്പോൾ 3-4 ദിവസമായി, പക്ഷേ ഞാൻ വീഡിയോ ഒന്നും എടുക്കുന്നില്ലായിരുന്നു. റീസൺ 2 days ഞാൻ മടിച്ചായിരുന്നു. 2 days ഐ വാസ് എ മടിച്ച്. ഉറങ്ങുക, തിന്ന് ഇതൊക്കെയായിരുന്നു. ഞാൻ ഇന്നലെ അമ്മേനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയി. ഇപ്പോൾ വിത്തൗട്ട് അവിടെ അഡ്മിറ്റ് ആവേണ്ടി വരുന്നു. സോ ഒരു മൈനർ സർജറി കാര്യം ഉണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, മെഡിസിൻ കഴിച്ചാൽ മാറുമെന്നുള്ളത് ഇന്നലെയാണ് ഡോക്ടർ പറഞ്ഞത്. ഒരു പണിയില്ലാണ്ട് ചൊറിയും കുത്തി ഒരു വീട്ടിൽ എങ്ങനെ ഇരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഒന്നുമില്ല, ഒരു പുറത്തു പോകേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല, വെറുതെ അങ്ങനെ ഇരിക്കുക. അഗെയിൻ എ വെരി ലേസി ഡേ ബട്ട് ടേക്കിംഗ് എ വ്ലോഗ്. ഇവിടെ വന്ന് നല്ല തീറ്റയായിരുന്നു. ഇപ്പോൾ ഉറങ്ങി നീച്ചതിൻ്റെയാണോ അറിയില്ല, മുഖം കുറച്ചിങ്ങനെ പഫി ആയിട്ടുണ്ട്, വെയിറ്റ് കൂടിയിട്ടുണ്ടാവും. സമയം 11:30 കഴിഞ്ഞു. എന്തായാലും ഞം തിന്നാം. ഇത്രയും നേരം എന്താ സംസാരിച്ചത് എനിക്കൊന്നും അറിയില്ല. എല്ലോ പറയുന്നു മതി. മുട്ടക്കറി, നൂൽപുട്ട, ഇടിയപ്പം, അങ്ങനെ പല സ്ഥലത്തും പലത് പറയും. കഴിക്കുന്ന സമയം ഉച്ചയായിരുന്നേ ഉള്ളൂ. ഞാനൊരു മുട്ടക്കറി ഉണ്ടാക്കിയ വീഡിയോ ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? അതൊക്കെ ഒരു മുട്ടക്കറി ആയിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അമ്മേൻ്റെ തേങ്ങാപ്പാലിട്ടാ അങ്ങനെ ചിരിച്ചോ? മുഖം ഇങ്ങനെ പിടിക്കണ്ട. ഇറ്റ്സ് അഗൈൻ മൂടി കെട്ടിയ കാലാവസ്ഥ. 2 ദിവസം നല്ല വെയിലായിരുന്നു, മഴയൊന്നും പെയ്തില്ല. പക്ഷെ ഇന്ന് മഴ പെയ്യും, കാരണം ഞാൻ ഈവനിങ് റീലെടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ മഴ പെയ്യണമല്ലോ, മഴയത്താണ് ഞാൻ റീലെടുക്കും. ആൻഡ് വി ഹാവ് ന്യൂ സബ്സ്ക്രൈബേഴ്സ്. അതായത് 16K എന്തോ ആയിരുന്നു എൻ്റെ ലാസ്റ്റ് ഗ്രാജുവേഷൻ വ്ലോഗ് ഇട്ടപ്പോൾ, ആൻഡ് നൗ ഇറ്റ്സ് 18K. എനിക്കറിയില്ല ഇവർ എൻ്റെ ഇൻസ്റ്റാഗ്രാം വഴി വന്നതാണോ അതോ ജസ്റ്റ് യൂട്യൂബിലെ വീഡിയോ കണ്ടു വന്നതാണോ എന്ന്. ഫോർ മൈ ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഐ എം വെൽക്കമിങ് യു ആൾ ടു മൈ യൂട്യൂബ് ചാനൽ. ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഇൻസ്റ്റാഗ്രാം എന്നല്ലെങ്കിൽ യൂട്യൂബിലെ വീഡിയോസ് കണ്ടു വന്നതാണെങ്കിൽ ഡു ഫോളോ മൈ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ടു. ഓക്കെ, അവിടെ ഞാൻ നല്ല ചിലത് നല്ലത്, ചിലത് ഓക്കെ, അങ്ങനത്തെ ടൈപ്പ് റീൽസൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ പോയി കാണുക. അതൊക്കെയോ വളവളാന്ന് ഞാൻ പറയുന്നുണ്ടെന്ന്. എനിക്ക് വല്ലപ്പോഴും ഇത്രയും ബ്ലബ്ലബ്ലാന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം വരാറുള്ളൂ. ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമാണ്. ഇറ്റ്സ് റെയിനിങ്. കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, പക്ഷെ മഴ പെയ്തു തുടങ്ങി. റീല് കൊളായി. പക്ഷെ മഴയത്തൊരു റീലെടുത്താലോ? ഇവിടേക്ക് മഴയത്തൊരു റീലില്ല. ഞാൻ അപ്പം ചിലപ്പോൾ ചെയ്യാൻ നോക്കുമ്പോൾ മഴയുണ്ടാവില്ല. ഇനി ഞാൻ ചെയ്യാൻ പോണേ എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ബുക്ക് വായിക്കാൻ പോവാണ്. ഇത് ഐ ഫെൽ ഇൻ ലവ് വിത്ത് ഹോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു നോവലാണ്. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്, കുറച്ചൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ വായിച്ച് കുറച്ചായിട്ടുള്ളൂ കേട്ടോ, ഇത്ര ആയിട്ടുള്ളൂ. കുറച്ച് മടിച്ചാണ് ഇപ്പോൾ വായിക്കുക. പണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 1 or 2 days, മാക്സിമം 3 daysലൊക്കെ ഞാൻ ബുക്കൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യും. 1 dayലൊന്നും കംപ്ലീറ്റ് ചെയ്യാം, അത്രയും തരില്ല, പക്ഷെ ഇങ്ങനെ ഫുൾ അതിൽ തന്നെ ഇരുന്ന് അങ്ങനെ വായിച്ച് അങ്ങനെ തീർക്കും. ഇപ്പം ആണെങ്കിൽ 2-3 weeks ആണ് എടുക്കണത് ഒരു ബുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. I got my certificate. ഇപ്പം എനിക്ക് കൊറിയർ വന്നു. എന്താ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ്.
ഈ സാധനത്തിന് ഓൾമോസ്റ്റ് 1 month ആയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അമ്മ വാച്ചിങ് മൈ ഓൾഡ് വീഡിയോസ്. അമ്മേൻ്റെ ഫാനാണമ്മ. ഇത് 1 year മുന്നുള്ള വീഡിയോ ആണ്. എൻ്റെ ഫസ്റ്റ് ഓൺ കോൾ ഡ്യൂട്ടീൻ്റെ കാലം പോയൊരു പോക്കേ. എൻ്റെ ഇന്റേൺഷിപ്പിൻ്റെ സ്റ്റാർട്ടിങ് വീഡിയോ ആണിത്. എൻ്റെ ഒരു ഫാൻ തന്നെ. സീലിംഗ് ഫാൻ എന്തൊക്കെയോ പറയാം. ഈ വ്ലോഗ് ഒരു 10 മിനിറ്റെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളതിൽ സംശയമാണ്. ബിക്കോസ് ഒന്നും എടുക്കാനില്ല. റീല് ചിലപ്പോഴേ എടുക്കൂ. എൻ്റെ അനിയൻ കുറച്ച് മുട സ്വഭാവമാണെന്ന്. അതുകൊണ്ട് അറിയില്ല എടുത്ത് തരുമോ എന്നുള്ളത്. ചോദിച്ചു നോക്കാം കുറച്ച് കഴിഞ്ഞിട്ട്. കുറച്ചേരം ഞാൻ ഇങ്ങനെ കിടക്കാം എന്ന് വിചാരിച്ചു. ഈ ഫുഡ് കഴിച്ചിട്ടുള്ളൊരു വെറുതെയുള്ളൊരു കിടത്തല്ലേ. ഉറക്കമൊന്നുമില്ല, പക്ഷെ ഞാൻ ചുമ്മാ ഒന്നിങ്ങനെ കിടക്കാം ഫോണൊക്കെ നോക്കിയിട്ട്. ഹായ് ഗായ്സ്, ഞാൻ ഇങ്ങനെ ചുമ്മാ ഫോണൊക്കെ നോക്കി കുറേ നേരം ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ സമയം ഇറ്റ്സ് ഓൾമോസ്റ്റ് 4:30. റീലെടുക്കാം. ആൻഡ് ഐ വോണ്ട് ടു വെയർ സാരി റീലെടുത്തിട്ട് കുറേ ആയി. അപ്പോൾ ഞാൻ അമ്മമ്മേൻ്റെ ഒരു സാരി തപ്പണം. ദിസ് ഈസ് ദ ഔട്ട്ഫിറ്റ്. സാരി അമ്മമ്മേൻ്റെയാണ്. ബ്ലൗസ് എൻ്റെ. വേറെ ഒന്നും ചെയ്തിട്ടില്ല. മേക്കപ്പ് കുറച്ച് ബ്ലഷും കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക് ഇട്ടു. മഴ പെയ്യുമെന്നാണ് എനിക്ക് തോന്നണേ. ഇവിടെ അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ റബ്ബർ തോട്ടം. അപ്പം ഞങ്ങൾ അവിടെ പോയി ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കണേ. അറിയില്ല നല്ലത് കിട്ടുമെന്നറിയില്ല. കുറച്ചൊരു ഇരുട്ട് പോലെയൊക്കെ വരുന്നുണ്ട്. മഴ പെയ്താലും നമ്മൾ നിർത്തില്ല, നമ്മൾ വീഡിയോ എടുക്കും. നല്ല ഔട്ട്പുട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ അത് റീലിടും, ഇല്ലെങ്കിൽ ഇടുക. ഇത്രയായിട്ട് അവിടുന്ന് റീലൊന്നും എടുത്തിട്ടില്ല. എപ്പോഴും വീടിൻ്റെ ചുറ്റും നോക്കിയാൽ. അപ്പോൾ അവിടുന്ന് കൂടെ എടുക്കാൻ വിചാരിച്ചു. ഓക്കെ, ദിസ് ഈസ് അവർ റബ്ബർ തോട്ടം. വെളിച്ചൊക്കെ ഉണ്ട്. നല്ല മഴ പെയ്തിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ തലേ ദിവസം നല്ല കാറ്റും ഉണ്ടായിരുന്നു. അന്ന് 6 മരങ്ങളാണ് വീണത്. ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിലും ഒരു മരം വീണു. പക്ഷെ ഞാൻ വന്നതിന് ശേഷം അങ്ങനെ ഭയങ്കര ഗംഭീര മഴയൊന്നും ഉണ്ടായിട്ടില്ല. കണ്ടോ, അതൊക്കെ നമ്മുടെ മരങ്ങൾ വീണതാണ്. ഞാൻ വിചാരിച്ച പോലെ ഒരു രസം തോന്നണില്ല. അതുകൊണ്ട് ഞാൻ ഇത് ഡ്രോപ്പ് ചെയ്യാണ്. ഞാൻ ഇവരെയും കൂടെ കൂട്ടിയിട്ടാണ് ബാംഗ്ലൂർക്ക് പോണേ. അപ്പം ഞാൻ ഇവരെയും കൊണ്ട് കുറച്ച് വീഡിയോ എടുപ്പിക്കും. എടുത്ത് തരുമോ? എനിക്ക് ഇവിടുന്ന് ഒരു രസം തോന്നുന്നില്ല. ഒരു ഗുമ്മില്ല. എത്ര എടുത്തിട്ട് ഇനിയിപ്പോൾ എൻ്റെ പ്രശ്നമാണോ? ഈ ചങ്ങായിക്ക് എന്തോ ഫോട്ടോ വേണമെന്ന് അറിയണ്ടെങ്കിൽ അതെടുത്ത് കൊടുത്തിട്ട് ഞാൻ പോവാം. എന്തോ ഒരു സുഖം തോന്നുന്നില്ല. ശരിക്കും രസമില്ല. അതുകൊണ്ട് ഞാൻ സാരിയല്ലേ വലിച്ചു കെട്ടിയുള്ളൂ, കുഴപ്പമില്ല. ഞാൻ കുറേ കൊതുകൊക്കെ ഉണ്ട്, മൂട് പോയി. സാരല്ല, അതൊരു വണ്ടിപ്രാന്തനാണ്. ഈ കാറിൻ്റെ ഫോട്ടോ എത്ര എടുത്താലും ഒരു മതിയാവില്ല. ഞാൻ കുളിക്കാൻ പോവാണ്. തല കുളിക്കുന്ന ദിവസം ഒരു ലോഷൻ ഇടാറുണ്ട് തലയിൽ. ഇതെൻ്റെ ഡെർമറ്റോളജിസ്റ്റ് തന്നതാണ്. ഇത് നല്ല ഡാൻഡ്രഫ് ഉണ്ട്. അപ്പോൾ ഡാൻഡ്രഫ് കളയാനുള്ള ഒരു ലോഷനാണിത്. ആൻഡ് ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യു ഷുഡ് അപ്ലൈ ഇറ്റ് ആൻഡ് ആഫ്റ്റർ 30 minutes കുളിക്കുക. അങ്ങനെ കുളിച്ച് വന്നിരിക്കുകയാണ്. Now I'm gonna show you my current skincare routine. ഞാൻ ഇപ്പോൾ ഡെർമറ്റോളജിസ്റ്റിനെയൊക്കെ കാണിച്ചിട്ട് അവർ പറയണ ഓയിൻമെൻറ്റും മോയ്സ്ചറൈസറും ഒക്കെയാണ് യൂസ് ചെയ്യണേ. സോ ഐ യൂസ് 2 ഫേസ് വാഷ്. വൺ ഈസ് സിമ്പിളിൻ്റെ റിഫ്രഷിങ് ഫേസ് വാഷ്. അത് ഒരു 1 year ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടി ആദ്യം ഞാനതിടും. എന്നിട്ട് ദർ ഇസ് എ സാലിസിലിക് ആസിഡ് ഫോം ഫേസ് വാഷ്. അത് ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ്. ആൻഡ് അതിൻ്റെ പേര് ഞാൻ ഇവിടെ കൊടുക്കാം. അതാണ് പിന്നെ ഞാൻ മോർണിംഗ് ആൻഡ് നൈറ്റിൽ യൂസ് ചെയ്യണത്. ഇത് ആക്നെ മോയ്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസറാണ്. ഇപ്പം ഞാൻ അതാണ് യൂസ് ചെയ്യണത്. രാവിലെയും രാത്രിയും
ഒക്കെ ഇതാണ് യൂസ് ചെയ്യണേ. ആൻഡ് ഞാൻ സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസർ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. അതായത് ഇടയ്ക്ക് എൻ്റെ സ്കിൻ ഡ്രൈ ആവും, പക്ഷെ എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. പക്ഷെ ചില ദിവസം ഡ്രൈ ആവും. ആ ഡ്രൈ ആവുന്ന ദിവസം ഞാൻ ആ മോയ്സ്ചറൈസർ ഇടാറുണ്ട്. ലിബാം സീരിയലിലെ സൗണ്ട് കേൾക്കുന്നുണ്ടാകുമ്പോൾ സീരിയൽ വെച്ചിട്ടുണ്ട്. ടാബ്ലറ്റ് ഞാൻ കഴിക്കുന്നുണ്ട്. ഡോക്സിസൈക്ലിൻ ആൻഡ് ലാക്റ്റിക് ആസിഡ് ബാസിലസ് ക്യാപ്സ്യൂൾസ് ആണ്. ഇത് എന്നോടൊരു 6 months വരെ കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞത്. ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടാണോ അറിയില്ല, എനിക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ട് ഇപ്പോൾ. ഇനി ഏജൻസിയിലെ വെള്ളത്തിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. നല്ല മുടി കഴിച്ചിട്ടുണ്ട്, തൊട്ട മുടി വരും. വന്നു. ഇത് ബെൻസോയിൽ പെറോക്സൈഡിൻ്റെ ഓയിൻമെൻ്റ് ആണ്. ഇതാണ് ഞാൻ പിന്നെ അപ്ലൈ ചെയ്യുന്നത്. ഇത് ആക്നെ ഉള്ള സ്ഥലത്ത് ഞാൻ അപ്ലൈ ചെയ്യും. ഇപ്പം എൻ്റെ കുരുവൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ള് പാടുകളാണ്. ഞാനിപ്പോൾ പാടുകളുടെ മേലെ ഐ തിങ്ക് ഇത് പുതിയതാണ്, ബാക്കിയൊക്കെ പാടാണ്. ആ പാടിൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇത് രാത്രി മാത്രം അപ്ലൈ ചെയ്യേണ്ട ഓയിൻമെൻറ്റാണ്. സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യണേ ഡോട്ട് ആൻഡ് കീൻ്റെ വാട്ടർമെലൺ സൺസ്ക്രീനാണ്. ഇന്ന് ഡിന്നർ നല്ല സ്പെഷ്യലാണ്. അമ്മ ഉണ്ടാക്കുന്ന ഫാൻസി കറികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് ഇന്ന് ഡിന്നറിന് പനീർ ബട്ടർ മസാല. അമ്മ ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2 കറികളാണ് പനീർ ബട്ടർ മസാലയും ചില്ലി ചിക്കനും. എന്ത് ടേസ്റ്റ് അറിയോ, എനിക്ക് റെസ്റ്റോറൻറ്റൊക്കെ ഇങ്ങനെ മാറി നിൽക്കും. ഞാൻ കാണിച്ചു തരാം. ഞാൻ കുറേ ഇല്ല കഴിച്ചിട്ട്, അമ്മ കുറേ ഇല്ല ഉണ്ടാക്കിയിട്ട്. അത്യാവശ്യം കുറേ ആയി. ഞാൻ എപ്പോഴോ കഴിച്ച നല്ലുണ്ട്. യമി യമി ഡിന്നർ. ഞാൻ പോവല്ലേ, അപ്പം അതുകൊണ്ട് അമ്മ ഉണ്ടാക്കി തന്നതാ. സൂപ്പർ. ഇപ്പം നാളെ രാത്രി ബാക്ക് ടു ബാംഗ്ലൂർ. Such is also coming with me. That's it. The end of the day. ഇനിയിപ്പോൾ എന്താ ഫോണൊക്കെ നോക്കിയിരിക്കുക. ഞാൻ എൻ്റെ നോവൽ കുറച്ചായിരുന്നു വായിക്കും. ആൻഡ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എൻ്റെ മെഡിസിൻ കഴിക്കണം. ആ മെഡിസിൻ രാത്രി മാത്രമുള്ളതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു ഷെയർ ദിസ് വ്ളോഗ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ഇനി ഇത് വ്ളോഗൊക്കെ എടുക്കണമെന്നുണ്ട്, പക്ഷെ മടിയായതുകൊണ്ട് എനിക്കൊരു ഉറപ്പ് പറയാൻ പറ്റില്ല. ബട്ട് ഷോർട്സ് എന്തായാലും ഉണ്ടാവും. ഇനി ബാംഗ്ലൂരിലെ ഷൂട്ടിംഗ് ഡേ വിശേഷമോ അല്ലെങ്കിൽ അവിടെ ഏജൻസിയിലുള്ളൊരു ഡേ ഇൻ മൈ ലൈഫോ എന്തെങ്കിലും ആയിട്ട് ഞാൻ വരാം. സോ ബൈ, സീ യു സൂൺ.